ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിലേക്ക് പോട്ടെ. ചായ കുടി കഴിഞ്ഞു. കാലത്തെ ചായ കാലി ചായ കുടിച്ചു. അപ്പോൾ ഇനി നമ്മൾ കിച്ചണിൽ പോയി പണി ആരംഭിക്കട്ടെ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കണം. പണികൾ ആരംഭിക്കട്ടെ. അടുപ്പ് കത്തിച്ച് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ സാമ്പാറിനുള്ള ഐറ്റംസാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കണം. കുട്ടികളെ എണീച്ച് ഫുഡ് കഴിക്കാൻ വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കണം. അപ്പോൾ വിസിൽ വന്നു നോക്കാം. അപ്പം നമ്മൾ റൈസ് കുക്കറിലാട്ടോ ചോറ് വയ്ക്കുന്നത്. കണ്ടോ, റൈസ് കുക്കറിൽ ഞാൻ ചോറ് വേവിച്ച് നമ്മൾ വെള്ളം തിളച്ച് അരിയിട്ടൊന്ന് നന്നായി തിളച്ച ശേഷം ഒരു 2 മിനിറ്റ് വയ്ക്കും. അതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലിട്ട് ഇറക്കി വയ്ക്കും. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ടാണ് ചോറ് നമ്മളൊന്ന് തിളപ്പിച്ച് വാർക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ ചായ വെക്കാൻ പോകണം കേട്ടോ. കുട്ടികൾ എണീക്കുമ്പോഴേക്കും എല്ലാം റെഡിയാക്കിയാൽ പിന്നെ അവർ വേണ്ടത് എടുത്ത് കഴിക്കും. അപ്പോൾ ചായ വെക്കുകയാണ്. പാൽ ചായ കുടിക്കുന്ന കുട്ടികൾ കുറച്ചേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അവർക്കുള്ള ചായ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ചായ വെക്കുകയാണ്. അപ്പോൾ സാമ്പാർ നമ്മുടെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഷ്ണമെല്ലാം ഇട്ട് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചു. നമ്മൾക്ക് ഓഫാക്കാം. സാമ്പാർ പൊടി ഇട്ട് നമ്മൾ ഓഫാക്കാൻ പോവുകയാണ് കേട്ടോ. ഇറക്കി അടുപ്പിൽ നിന്ന് ഇറക്കുകയാണ്, ഓഫാക്കല്ല. നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി സാമ്പാർ. ഇനി നമ്മൾക്ക് അതൊന്ന് കാച്ചി ഒഴിക്കാം. അതിനായിട്ട് നമ്മളല്പം കടുകിട്ടു. ഇനി വറ്റൽമുളകും കരിവേപ്പിലയിട്ട് നല്ലപോലെ കാച്ചിയ ശേഷം നമുക്ക് സാമ്പാറിലോട്ട് ഒഴിക്കാം. ഹോസ്റ്റലായതുകൊണ്ട് പിന്നെ കാലത്തെണിച്ചാൽ നല്ല തിരക്കായിരിക്കും. 1 സെക്കൻഡ് നിൽക്കാൻ ഒഴിവില്ല. ഓടിയിട്ടാണ് നമ്മുടെ പണികൾ. നമുക്ക് പിന്നെ ഹെൽപ്പിന് ആളുണ്ടെങ്കിലും നമ്മൾ ഫുഡ് അത്രയും പെട്ടെന്ന്. ഒരു കുട്ടി മാത്രം 7:30 മണിക്ക് പോകുന്നൊരു കൊച്ചുണ്ട്. അവൾ നഴ്സിംഗ് പഠിക്കുകയാണ്. ആ കൊച്ച് 7:30 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും തിരക്കിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. മറ്റുള്ള കുട്ടികളൊക്കെ 8:30ക്ക് ശേഷമേ പോകുള്ളൂ കേട്ടോ. 8, 8:30, 8:45, 9 മണിക്കൊക്കെ. ഈ കൊച്ചിന് മാത്രമാണ് 7:30ക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഒരാൾക്കാണെങ്കിലും ഉണ്ടാക്കണമല്ലോ നേരത്തെ എണീച്ചിട്ട്. നമ്മൾ മക്കളെ പട്ടിണി അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ്. ഞാൻ ദോശ ചട്നി. ഇന്ന് നമ്മുടെ ഹെൽപ്പർ ഇല്ല കേട്ടോ. ഹെൽപ്പർ ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നെല്ലാം ഞാൻ തനിയാണ് ചെയ്യുന്നത് കേട്ടോ. ഹെൽപ്പർ ഇല്ല. അപ്പോൾ ഒന്ന് തനിയെ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സാമ്പാറായി, ചട്നിക്ക് നാളികേര തേങ്ങ ചിരവി, അതിനോടൊപ്പം തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്നു, ചായ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു കേട്ടോ. ഒന്ന് കാരണം തനിയായതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ മെല്ലെ എണീക്കുള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ നേരത്തെ എണീച്ചു. അതിരാവിലെ എണീച്ചു. നിസ്കാരം കഴിഞ്ഞതും കയറിയതാണ്. അപ്പം അങ്ങനെ ദോശ. അപ്പോൾ നമുക്ക് ഈ മോൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനം. പിന്നെ മെല്ലെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ തിരക്കൊന്നുമില്ല. അപ്പോൾ ഈ കൊച്ച് കഴിച്ച അവൾ ലഞ്ചും കൊണ്ടുപോയി കഴിഞ്ഞാൽ പാത്രത്തിലായി കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് സമാധാനം. പിന്നെ നമുക്ക് മെല്ലെ ബാക്കിയെല്ലാം മെല്ലെ ചെയ്യാം. ഇനിയിപ്പോൾ ദോശയ്ക്കൊന്നും തിരക്കില്ല. മെല്ലെ സമാധാനത്തിൽ നമുക്ക് ദോശയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചട്നിക്കുള്ള കടല, പച്ചമുളക്, തേങ്ങ അരച്ച് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ദോശയൊക്കെ ഞാൻ ചുട്ടിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ദോശ നോക്കണം, ചട്നി അരയ്ക്കണം. നമ്മൾക്ക് പിന്നെ ചോറ് അപ്പുറത്ത് വെള്ളം വെച്ച് അതിലിട്ട് നമ്മൾക്ക് അത് വാർക്കണം. അപ്പോൾ നമ്മൾ ഓടി ആ അടുപ്പ് ഈ അടുപ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് പിന്നെ പ്രാക്ടീസായി കേട്ടോ. അതായത് നമ്മുടെ അവിടെ ഇപ്പോൾ കുക്ക് ഇല്ലെങ്കിലും ഹെൽപ്പർ പിന്നെ കുക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ ചെയ്യും കേട്ടോ. ആൾ പാവമാണ്. നമ്മുടെ ആൾ പാവമാണ്. എന്ത് പറഞ്ഞാലും ചെയ്തു തരും. നോ എന്ന് പറയില്ല. ആണ് ഭാഗ്യം. പാവം, നല്ല ആളാണ്, നല്ല ഹെൽപ്പറാണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ മെല്ലെ എണീച്ച് വരില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് പെടയണ്ട. പിന്നെ നമ്മൾ ഈ കാലത്ത് 7:30ക്ക് പോകുന്ന ഒരു കൊച്ചിന് വേഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. ചട്നി ഒന്ന് കടുക് താളിച്ചാലോ? അപ്പോൾ നമ്മൾ ചട്നി
കടുക് താളിക്കുന്നുണ്ട്. അതിന് നമ്മൾ അതേപോലെ തന്നെ കടുക്, എണ്ണ, മുളക്, വേപ്പില എത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്നിയും കൂടെ താളിച്ചു. അപ്പം നമ്മുടെ കാലത്തെ പണി ഏകദേശം ഒക്കെ കഴിയാനായി. ചട്നി ആയിട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ഞാൻ തനിயாக ഹെൽപ്പർ അഥവാ ലീവാണെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ മിക്കതൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ അതല്ല, ആൾ ലീവാണെങ്കിൽ പാവം എല്ലാം തലേ ദിവസം ചെയ്ത് തന്നിട്ടേ പോവുള്ളൂ. കാരണം ഈ 10 കുട്ടികൾക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എല്ലാം ചെയ്ത് വെച്ചിട്ടേ ആൾ പോകത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര പണി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ സാമ്പാർ റെഡി ഉണ്ടോ. സാമ്പാർ ദോശക്കായി, ചോറായി, തോരനുമായി കേട്ടോ. ഇന്ന് ഞാൻ 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബീഫ് വരട്ടാൻ പോവാണ്. നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാമെന്നുള്ളതിലാണ്. അപ്പോൾ അതെങ്ങനെ വെക്കുന്നത് ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബീഫിലേക്ക് 5-6 പച്ചമുളക് നെടുകെ മുറിച്ചിട്ടു കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി കണ്ടോ, ഇഞ്ചി ചതക്കുകയാണ് കേട്ടോ. കല്ലിലിട്ടിട്ട് നമ്മൾ ഒതുക്കി എടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയായി, പച്ചമുളകായി കേട്ടോ. ഇനി അടുത്തത് വെളുത്തുള്ളി ചതയ്ക്കാണ്. എല്ലാം ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി, പച്ചമുളക് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് വേപ്പില. അങ്ങനെ കുറച്ച് വേപ്പിലയും ഇട്ടു. നല്ല മണം കേട്ടോ വേപ്പില. നമ്മുടെ മരത്തിൽ നിന്നായതുകൊണ്ടേ, നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ മരത്തിൽ, അത് നമ്മുടെ പറമ്പിലേക്ക് എങ്ങോട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ ചേച്ചി അവിടെ നിന്ന് ഇഷ്ടംപോലെ പറിച്ചും തരും. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ എന്തൊക്കെയുണ്ട്? പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഷെയർ ചെയ്യണം. കണ്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്തു കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ചു വെക്കാം. സ്ലോ ആക്കിയിട്ട് കത്തിച്ചാൽ മതി. ഉണ്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വിസിലടിക്കട്ടെ. 6 വിസിൽ വരട്ടെ. ഓഫാക്കിയേ. വിസിൽ മതി മോളെ. ഇങ്ങോട്ട് വാ. എൻ്റെ കയ്യിൽ കുഞ്ഞു വാവയാണ്. കുഞ്ഞു വാവയാണ്. ഓഫാക്കിക്കോളൂ കുക്കർ. ഗ്യാസ് ഓഫാക്ക.
അപ്പം നമ്മുടെ ബീഫിന് ആവശ്യമായ മുളക് പൊടിക്കണം. ആവശ്യമായതല്ല, നമ്മൾ കുറച്ച് പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ള കൊത്തുമുളക് നമുക്കതൊന്ന് ബീഫിലേക്ക് ഇടുക. അപ്പം നമ്മൾ ബീഫിന് ആവശ്യമായ മുളക്, കൊത്തുമുളക് പൊടിച്ച് ആവശ്യമായ മുളക് നമ്മൾ ഇടുള്ളൂ കേട്ടോ. കൂടുതലിടില്ല, ആവശ്യമായ മുളക്. കണ്ടോ, കൊത്തുമുളക്, സബോള, നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചു, ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഗ്യാസ് അടുപ്പ് കത്തിച്ചു, നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ ബീഫ് ഒന്ന് ഇതിൽ വരട്ടാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കൊത്തുമുളകാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ കൊത്തുമുളക് ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട്. അത് നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ. കൊത്തുമുളക് നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നല്ലപോലെ മൂപ്പിക്കുക, നല്ലപോലെ മൊരിച്ചെടുക്കണം. ഇതിലോട്ട് നമ്മൾ ബീഫിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ കുത്തുമുളകിലേക്ക് നമ്മൾ ബീഫിന് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് മൊരിച്ച മുളകിലേക്ക് ഇട്ടു കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ സബോളയാണ് ഇടുന്നത്. അപ്പം നമ്മൾ 1/4 സ്പൂണ് ഗ്രാമ്പു പൊടി കേട്ടോ. ഗ്രാമ്പു, ഗരം മസാല, പട്ട, ഗ്രാമ്പു എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മസാല പൊടിച്ച് വെച്ചാണ്. ആ ഗരം മസാല നമ്മൾ ഇതിലേക്ക് ചേർത്തു. കുറച്ച് സബോളയും ഇട്ടു. നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. സബോളയും കൊത്തുമുളകും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. നമ്മൾ ഗരം മസാലയും സബോളയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലങ്ങനെ വെള്ളം വറ്റി വരട്ടെ. ബീഫ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് നമ്മൾ ഇളക്കി വിടുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, വെള്ളമെല്ലാം വറ്റി ഉണ്ടോ, കറക്റ്റ് പാകത്തിന് വറ്റിയ പോലെ ആവുന്നുണ്ട്, ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇനി ഇത് വീണ്ടും നമ്മളിത് നല്ല പോലെ വരട്ടിയെടുക്കുകയാണ് കേട്ടോ. അടിപൊളി ബീഫ് റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി ബീഫ് റോസ്റ്റാണ് കേട്ടോ അത്. ഇപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ സബോള ഇടണം. സബോള ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് കൂടെ ഇടുന്നുണ്ട്. ഇത് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ നല്ല പോലെ മൂത്ത് വരട്ടെ. അപ്പോഴാണ് നമുക്ക് ശരിക്കും ബീഫ് ഫ്രൈ ആവുന്നത്. വെള്ളമെല്ലാം നല്ലപോലെ പോയി. ഇപ്പോൾ വെള്ളമെല്ലാം പോയി, ഇപ്പോൾ എണ്ണയിലാണ് ഇപ്പോൾ നല്ലപോലെ മുറുകി കിടക്കുന്നത്. ഇപ്പം വീണ്ടും നല്ലപോലെ ഫ്രൈ ആവട്ടെ. എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ അല്ലേ. അപ്പോൾ സബോള, തേങ്ങാക്കൊത്ത് ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ്. വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഉണങ്ങി നല്ലപോലെ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇറക്കാൻ പോകുമ്പോൾ കുറച്ച് ഗരം മസാല നമ്മൾ ഇട്ട് കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സ്മാർക്കെല്ലാം അയച്ചു കൊടുക്കുക. അവരോട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയണേ.